ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൈത്തൺ പ്രോഗ്രാമിനകത്തെ മൊഡ്യൂൾസിൻ്റെയും അതുപോലെ പാക്കേജിൻ്റെയും കൺസെപ്റ്റാണ്. മൊഡ്യൂളും പാക്കേജും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അതായത് നിങ്ങൾ മൊഡ്യൂൾസ് യൂസ് ചെയ്തിട്ടാണ് പാക്കേജസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മൊഡ്യൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയർ പീസാണ്. അതായത് സോഫ്റ്റ്വെയറിൻ്റെ ഒരു പാർട്ടാണ് മൊഡ്യൂൾ. ഇപ്പം നിങ്ങൾ വലിയൊരു കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ വലിയൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ വലിയൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ഫങ്ഷണാലിറ്റീസ് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു പാർട്ടാണ്. പൈത്തൺ പ്രോഗ്രാമിനകത്ത് നിങ്ങളൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക സാധാരണ പൈത്തൺ പ്രോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. അതായത് പൈത്തൺ കോഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങളൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫയൽ അതായത് .py എക്സ്റ്റൻഷനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്ത പൈത്തൺ പ്രോഗ്രാമാണ് നിങ്ങൾ മൊഡ്യൂളായിട്ട് ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ നോർമലി ഒരു മൊഡ്യൂളിനകത്ത് എന്താണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സാധാരണ പൈത്തൺ കോഡ് തന്നെയാണ് ഉണ്ടാവുക. അതായത് അതിനകത്ത് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം, ഡിഫറെൻറ്റ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം, ഡിഫറെൻറ്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഒരു മൊഡ്യൂൾ ഫയലിനകത്ത് നോർമലി ഉണ്ടാവാറ്. അപ്പോൾ അതിന് ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇൻ പ്രോഗ്രാമിംഗ് എ മൊഡ്യൂൾ ഈസ് എ പീസ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ഹാസ് എ സ്പെസിഫിക് ഫങ്ഷണാലിറ്റി. അതിനൊരു പർട്ടിക്കുലർ ഫങ്ഷണാലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു ഗെയിം ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗെയിം ആപ്ലിക്കേഷനിൽ വരുന്ന അതിൻ്റെ ഡിസൈൻ ലോജിക്ക് അല്ലെങ്കിൽ ഡിസൈന് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഡിസൈന് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് അതിന് ഡിസൈനിങ് ചെയ്യും. ഇനി അതിൻ്റെ ഗെയിം ലോജിക്ക് ഉണ്ടായിരിക്കും. അതായത് ആ ഗെയിം എങ്ങനെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ള ആ ഒരു അതിൻ്റെ ഗെയിം ലോജിക്ക് നിങ്ങൾ വേറെ സെപ്പറേറ്റ് മൊഡ്യൂൾ ആക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ഫങ്ഷണാലിറ്റീസ് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഓൺലൈൻ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ നേരം, ഫോർ എക്സാമ്പിൾ ഓൺലൈൻ ടിക്കറ്റ് റിസർവേഷൻ സോഫ്റ്റ്വെയർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് റിസർവേഷൻ ആപ്ലിക്കേഷനകത്ത് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ്, ഫോർ എക്സാമ്പിൾ അഡ്മിൻ മൊഡ്യൂൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ യൂസർ മൊഡ്യൂൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൂപ്പർ യൂസർ മൊഡ്യൂൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സബ് മൊഡ്യൂൾസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അഡ്മിൻ്റെ കേസിൽ തന്നെ ഡിഫറെൻറ്റ് യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മൊഡ്യൂള്, അല്ലെങ്കിൽ യൂസറിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനൊരു മൊഡ്യൂള്, യൂസറിനെ ഒരു പർട്ടിക്കുലർ യൂസറിനെ ഡിലീറ്റ് ചെയ്യാനുള്ള മൊഡ്യൂള്, അല്ലെങ്കിൽ യൂസറിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള വേറൊരു മൊഡ്യൂൾ. ഇങ്ങനെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു പാർട്ടാണ്, ഒരു പീസാണ്. അത് നോർമലി നിങ്ങൾ ചെയ്യാറ് പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് തന്നെയാണ് ആ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. സോ ഈച്ച് മൊഡ്യൂൾ ഈസ് എ ഡിഫറെൻറ്റ് ഫയൽ വിച്ച് ക്യാൻ ബി എഡിറ്റഡ് സെപ്പറേറ്റ്ലി. ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് പറയുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം സെപ്പറേറ്റ് ഫയൽസ് ആണ്, സെപ്പറേറ്റ് പൈത്തൺ പ്രോഗ്രാംസ് ആണ്. ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എൻ്റയർ വലിയൊരു പ്രൊജക്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് പിന്നീട് ചെയ്യാറ്. അപ്പോൾ ഏതെങ്കിലും മൊഡ്യൂൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ഫയൽ മാത്രം എഡിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ മതി. മൊഡ്യൂൾസ് ഇൻ പൈത്തൺ ആർ സിംപ്ലി പൈത്തൺ ഫയൽസ് വിത്ത് .py എക്സ്റ്റൻഷൻ. സാധാരണ പൈത്തൺ പ്രോഗ്രാം പോലെ തന്നെ അതിൻ്റെ എക്സ്റ്റൻഷൻ .py എന്നുള്ള എക്സ്റ്റൻഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആ പൈത്തൺ ഫയലിന് കൊടുക്കുന്ന നെയിം ആയിരിക്കും അവിടെ മൊഡ്യൂളിൻ്റെ നെയിം. നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എ പൈത്തൺ മൊഡ്യൂൾ ക്യാൻ ഹാവ് എ സെറ്റ് ഓഫ് ഫങ്ഷൻസ്, ക്ലാസസ് ഓർ വേരിയബിൾസ് ഡിഫൈൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മൊഡ്യൂളിനകത്ത് സാധാരണ ഉണ്ടാവാറ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസ്, ഫങ്ഷൻസ്, ക്ലാസസ് ഒക്കെയാണ് നോർമലി അതിനകത്ത് ഉണ്ടാവാറ്. ഇനി നിങ്ങൾക്ക് ആ മൊഡ്യൂളിനകത്തുനിന്ന് അല്ലെങ്കിൽ ആ പൈത്തൺ ഫയലിനകത്തുനിന്ന് ഒരു പർട്ടിക്കുലർ മൊഡ്യൂൾ വേണമെങ്കിൽ വേറെ പ്രോഗ്രാമിനകത്തോട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷനെ നിങ്ങൾക്ക് വേറെ പ്രോഗ്രാമിനകത്തോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഡിഫൈൻ ചെയ്ത വേരിയബിളിനെ നിങ്ങൾക്ക് വേറെ പ്രോഗ്രാമിനകത്തോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് ഇമ്പോർട്ട്. നമ്മൾ നേരത്തെ ഒരു മാത്ത് മൊഡ്യൂൾ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ XQRT, അതുപോലെ സൈന്, കോസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. ഈ ഫങ്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പൈത്തണിൽ മാത്ത് എന്ന് പറഞ്ഞൊരു മൊഡ്യൂളിനകത്താണ്. അപ്പോൾ ഈ ഫങ്ഷൻസ് നിങ്ങൾ ഒരു പൈത്തൺ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ആ മൊഡ്യൂളിനെ നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യണം. then you can use math.sign അല്ലെങ്കിൽ math.sqrt ഇതുപോലത്തെ ഫങ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പ് എക്സാമ്പിൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു മൊഡ്യൂളിനെ വേറൊരു പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ നമുക്ക് mymodule.py എന്നുള്ളൊരു പൈത്തൺ ഫയൽ ഉണ്ട്. ആ ഫയലിനകത്തുള്ള കണ്ടന്റ് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ മാത്രം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഗ്രീറ്റ് എന്നുള്ള ഫംഗ്ഷന്റെ പേര്, അതിന് ആർഗ്യുമെന്റ് ആയിട്ട് റിസീവ് ചെയ്യുന്നത് നെയിം എന്നുള്ള ഒരു വേരിയബിൾ ആണ് റിസീവ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഹലോ, പിന്നെ ഇവിടെ എന്താണോ റിസീവ് ചെയ്യുന്ന നെയിം അതാണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പം mymodule എന്നുള്ള ഈ ഒരു മൊഡ്യൂളിനകത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ഫംഗ്ഷന് ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേറൊരു സെക്കൻഡ് പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിനെ ആ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ദെൻ വി ഹാവ് അനദർ പൈത്തൺ പ്രോഗ്രാം. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ട് mymodule, അതായത് ഈ mymodule എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ദെൻ ഈ ഒരു മൊഡ്യൂളിനകത്തുള്ള ഗ്രീറ്റ് എന്നുള്ള ഫംഗ്ഷന് ഈ സെക്കൻഡ് പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിന്റെ പേര് പറഞ്ഞു കൊടുക്കണം, ദെൻ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം, ദെൻ ഫംഗ്ഷന്റെ പേര് പറഞ്ഞു കൊടുക്കണം. ദെൻ എന്താണോ ആർഗ്യുമെന്റ് നിങ്ങൾക്ക് പാസ് ചെയ്യേണ്ടത് ആ ആർഗ്യുമെന്റ് ഇവിടുന്ന് പാസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കോഡ് ലേണർ എന്നുള്ള ഈ ഒരു സ്ട്രിംഗ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് പാസ് ചെയ്യുമ്പോൾ നോർമലി ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഈ നെയിം എന്നുള്ള വേരിയബിളിനകത്തോട്ട് ഈ ഒരു മെസ്സേജ് വരും. ദെൻ ഇവിടുന്ന് ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, ഹലോ പ്ലസ് നെയിം, അതായത് ഹലോ കോഡ് ലേണർ എന്നായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. ഈ പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്കിനി മൊഡ്യൂൾ യൂസ് ചെയ്തിട്ടുള്ള ചെറിയൊരു സാമ്പിൾ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ കോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഐഡിൽ എന്നുള്ള ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഒരു പൈത്തൺ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, മൊഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു പൈത്തൺ പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്കൊരു ന്യൂ ഫയൽ എടുത്തിട്ട് ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം, അതായത് നമ്മളെ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ മൊഡ്യൂളിനകത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഡെഫ് ഒരു ഗ്രീറ്റ് എന്ന് പേരുള്ള ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. അതിന് ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു നെയിം തൽക്കാലം റിസീവ് ചെയ്യാം. then ആ ഫംഗ്ഷൻ ചെയ്യുന്നത് ഇവിടെ എന്താണോ നെയിം റിസീവ് ചെയ്യുന്നത് അത് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാം. സോ ഇറ്റ് ഷുഡ് റിട്ടേൺ എ മെസ്സേജ് ഹലോ, അതോടുകൂടെ എന്താണോ ഇവിടെ റിസീവ് ചെയ്യുന്നത് ആ നെയിം റിട്ടേൺ ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്കൊരു ഒരു ഫംഗ്ഷൻ കൂടി ഡിഫൈൻ ചെയ്യാം, ഒരു വെൽക്കം എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഇതിനുള്ളിലും തൽക്കാലം നമുക്ക് ഇതേപോലെ തന്നെ കൊടുക്കാം. ഇത് റിട്ടേൺ ചെയ്യുന്നത് വെൽക്കം എന്നുള്ള ഒരു മെസ്സേജും അതോടുകൂടെ എന്താണോ ഇങ്ങോട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത് ആ നെയിമും. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് തൽക്കാലം ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യാം, ഈ ഫയൽ സേവ് ചെയ്യാം. അപ്പോൾ ഫയൽ സേവ് ചെയ്യണമെങ്കിൽ തൽക്കാലം ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് സേവ് ചെയ്യുന്നത്. ഫയൽ നെയിം ഈസ് മൈ മൊഡ്യൂൾ എന്ന പേരുള്ള ഒരു പൈത്തൺ ഫയലായിട്ട് തന്നെയാണ് സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കൊരു സാധാരണ ഒരു പൈത്തൺ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഫയൽ എടുത്തിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ ക്രിയേറ്റ് ചെയ്ത മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യാം. സോ മൈ മൊഡ്യൂളാണ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത മൊഡ്യൂളിൻ്റെ പേര്. സോ ഇമ്പോർട്ട് മൈ മൊഡ്യൂൾ. ഇനി നമുക്ക് ഈ മൈ മൊഡ്യൂൾ എന്നുള്ള ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷനെ നമുക്ക് ഈ പ്രോഗ്രാമിൽ നിന്ന് കോൾ ചെയ്ത് നോക്കാം. സോ പ്രിൻ്റ് മൈ മൊഡ്യൂൾ ഡോട്ട് ഗ്രീറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആർഗ്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പാസ് ചെയ്യണം, വാല്യൂ പാസ് ചെയ്യണം. ഇവിടുന്ന് എന്താണോ പാസ് ചെയ്യുന്നത് അത് അവിടെ നെയിമായിട്ട് റിസീവ് ചെയ്യും. തൽക്കാലം ഞാനിവിടെ കോഡ് ലേണർ എന്ന് കൊടുക്കുകയാണ്, കോഡ് ലേണർ. ഓക്കെ, ഇത് സേവ് ചെയ്യുക. തൽക്കാലം ഈ ഫയലിനെ നമുക്ക് test.py എന്നുള്ള പേരിൽ സേവ് ചെയ്യാം, test.py. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഹലോ കോഡ് ലേണർ എന്നായി. അതായത് ഹലോ എന്നുള്ളത് നിങ്ങൾ ആ മൊഡ്യൂളിനകത്ത് നിന്ന് വരുന്ന ആ ഒരു ഫംഗ്ഷനാണ്. അതായത് ആ ഗ്രീറ്റ് എന്നുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത് ഹലോ എന്നുള്ളൊരു സ്ട്രിങ്ങിൻ്റെ കൂടെ എന്താണോ നിങ്ങൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത് അത് അതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, മൈ മൊഡ്യൂൾ ഡോട്ട് ഫംഗ്ഷൻ്റെ പേര് വെൽക്കം എന്നാണ്, വെൽക്കം ഓഫ്. ആർഗ്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ എന്താണോ പാസ് ചെയ്യുന്നത് അത് പറഞ്ഞു കൊടുക്കുക. തൽക്കാലം ഈ സ്ട്രിങ്ങിനെ നമുക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കൊടുക്കുമ്പോൾ മൊഡ്യൂൾ നെയിം ഡോട്ട് ആ ഫംഗ്ഷൻ നെയിമാണ് കൊടുക്കേണ്ടത്. റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഹലോ കോഡ് ലേണർ, വെൽക്കം കോഡ് ലേണർ. അപ്പോൾ ഇതാണ് ചെറിയൊരു സാമ്പിൾ മൊഡ്യൂൾ പ്രോഗ്രാം. അതായത് ഇവിടെ നമ്മൾ ഒരു സാധാരണ പൈത്തൺ പ്രോഗ്രാമാണ് നേരത്തെ ക്രിയേറ്റ് ചെയ്തത്. മൈ മൊഡ്യൂൾ എന്നുള്ളൊരു മൊഡ്യൂളാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ മൈ മൊഡ്യൂൾ എന്നുള്ള മൊഡ്യൂളിനകത്ത് നമ്മൾ രണ്ട് ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തത്. ആ ഫംഗ്ഷനെ വേറൊരു പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് കോൾ ചെയ്യുകയാണ് ചെയ്തത്. ഇനി സ്ലൈഡിലോട്ട് തിരിച്ചു വരാം.
ദെൻ വേരിയബിൾസ് ഇൻ മൊഡ്യൂൾ, അതായത് സാധാരണ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു മൊഡ്യൂളിനകത്ത് നിങ്ങൾക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വേരിയബിളിനെ വേറൊരു പ്രോഗ്രാമിനകത്തോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇവിടെ മൈ മൊഡ്യൂൾ എന്നുള്ള ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ എംപ്ലോയി എന്നുള്ള ഒരു ഡിക്ഷണറിയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഡിക്ഷണറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കേളി ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുക. സോ മൈ മൊഡ്യൂളിനകത്ത് ഒരു എംപ്ലോയി എന്നുള്ള ഡിക്ഷണറി ഉണ്ട്. അതിനകത്ത് ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരുന്നത്, കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് വരുന്നത് നെയിം അരുൺ, ഏജ് 30, കൺട്രി ഇന്ത്യ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മൊഡ്യൂളിനെ, മൈ മൊഡ്യൂളിനെ വേറൊരു പ്രോഗ്രാമിനകത്തോട്ട് ആക്സസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്പോർട്ട് മൈ മൊഡ്യൂൾ, ആ മൊഡ്യൂളിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ദെൻ എ ഈക്വൽ ടു മൈ മൊഡ്യൂൾ ഡോട്ട് എംപ്ലോയി ഓഫ് ഏജ്, അതായത് തൊട്ട് മുമ്പത്തെ സ്ലൈഡിനകത്ത് നമ്മൾ എംപ്ലോയി എന്നുള്ള ഒരു ഡിക്ഷണറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏജ് എന്നുള്ള കീ വരുന്ന കറസ്പോണ്ടിങ് വാല്യൂ എന്ത് ചെയ്യും, അത് എ എന്നുള്ള വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യും. ദെൻ ആ വാല്യൂ പ്രിന്റ് ചെയ്യും. സോ 30 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇനി നിങ്ങൾക്ക് ഒരു മൊഡ്യൂളിനെ നിങ്ങൾക്ക് റീനെയിം ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വലിയൊരു നെയിമുള്ളൊരു മൊഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വലിയ നെയിമുള്ള ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂൾ നെയിമിന് നിങ്ങൾക്ക് ഷോർട്ട് ഫോം ആക്കിയിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിനകത്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് ആസ് എന്നുള്ള കീവേഡ്. അപ്പോൾ ഇവിടെ നമ്മളെ എക്സാമ്പിളിനകത്ത് നമ്മുടെ മൈ മൊഡ്യൂൾ എന്നുള്ള ആ ഒരു മൊഡ്യൂളിനെ തൽക്കാലം നമുക്ക് എം ഡി എന്ന് പേര് വെച്ച് വിളിക്കാം. സോ ഇമ്പോർട്ട് മൈ മൊഡ്യൂൾ ആസ് എം ഡി. അപ്പോൾ ഈ ആസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മൈ മൊഡ്യൂളിനെ എം ഡി എന്ന് പേര് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദെൻ യു ക്യാൻ യൂസ് എ ഈക്വൽ ടു എം ഡി ഡോട്ട് എംപ്ലോയി ഓഫ് ഏജ്, അതായത് മൈ മൊഡ്യൂൾ ഡോട്ട് എംപ്ലോയി ഓഫ് ഏജ് പ്രിന്റ് ചെയ്യാന്ന് കൊടുത്തു കഴിഞ്ഞാൽ 30 ആണ് പ്രിന്റ് ആവുക. ഇതുപോലെ തന്നെ ഫ്രം ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മൊഡ്യൂളിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ അത്രയും ക്ലാസ്സസും നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ക്ലാസ്സസും ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു മൊഡ്യൂളിനകത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻസ് മാത്രം ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു മൊഡ്യൂളിനകത്ത് ഒരു 10 ഫംഗ്ഷൻസ് നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അതിനകത്തുനിന്ന് ഒരു 5 മൊഡ്യൂൾ മാത്രം മതിയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രം ഇമ്പോർട്ട് കീവേഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഫ്രം മാത്ത് ഇമ്പോർട്ട് SQRT ഫാക്ടോറിയൽ, അതായത് മാത്ത് എന്നുള്ള മൊഡ്യൂളിനകത്തുനിന്ന് SQRT എന്നുള്ള ഫംഗ്ഷനും അതുപോലെ ഫാക്ടോറിയൽ എന്നുള്ള ഫംഗ്ഷനും മാത്രം ആക്സസ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ മാത്ത് എന്നുള്ള മൊഡ്യൂളിനകത്ത് ഇഷ്ടംപോലെ ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ സൈൻ വാല്യൂ കാണാനുള്ള ഫംഗ്ഷൻ ഉണ്ട്, കോസ് വാല്യൂ കാണാനുള്ള ഫംഗ്ഷൻ ഉണ്ട്, പൈൻ്റെ വാല്യൂ കാണാനുള്ള ഫംഗ്ഷൻ ഉണ്ട്, റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. റാൻഡം നമ്പർ റാൻഡം എന്നുള്ള മൊഡ്യൂളിനകത്താണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻസ് മാത്രം ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം സ്പെസിഫൈ ചെയ്യാം. ഫ്രം മാത്ത് ഇമ്പോർട്ട് SQRT, ഫാക്ടോറിയൽ. ദെൻ യു ക്യാൻ യൂസ് പ്രിന്റ് ഓഫ് SQRT ഓഫ് 25. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫ്രം ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ നെയിം ഡോട്ട് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഫംഗ്ഷന്റെ പേര് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ കേസിൽ ആ മൊഡ്യൂൾ നെയിം ഡോട്ട് ഫംഗ്ഷന്റെ പേരാണ് പറഞ്ഞു കൊടുത്തത്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഫ്രം ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംപ്ലി ആ ഫംഗ്ഷന്റെ പേര് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. നമുക്കിനി ഫ്രം ഇമ്പോർട്ട് കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു മൊഡ്യൂളിനകത്തുള്ള ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ മാത്രമായിട്ട് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ള എക്സാമ്പിൾ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് മൊഡ്യൂൾ നെയിം ഈസ് മൈ മൊഡ്യൂൾ. അതിനകത്ത് നമ്മൾ 2 ഫംഗ്ഷനാണ് എഴുതിയിട്ടുള്ളത്. ഗ്രീറ്റ് ഫംഗ്ഷനുണ്ട്, വെൽക്കം ഫംഗ്ഷനുണ്ട്, പിന്നെ നമ്മൾ ടെസ്റ്റ് പ്രോഗ്രാമും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഫ്രം ഇമ്പോർട്ട് കീവേഡ് യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ ഫ്രം മൈ മൊഡ്യൂൾ ഇമ്പോർട്ട്, നിങ്ങൾക്ക് ഏതാണോ ഫംഗ്ഷൻ വേണ്ടത് ചില ഫംഗ്ഷൻ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. തൽക്കാലം ഗ്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇമ്പോർട്ട് ഗ്രീറ്റ്. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഈ വെൽക്കം ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ യൂസ് ചെയ്ത ആ വെൽക്കം ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഗ്രീറ്റ് എന്നുള്ള ഫംഗ്ഷൻ മാത്രമേ അതിനകത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മൊഡ്യൂളിൻ്റെ പേര് ഇനി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മൾ ഗ്രീറ്റ് മാത്രമേ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ മൊഡ്യൂളിൻ്റെ പേര് ഇനി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് യൂസ് ചെയ്താൽ മതി. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ഹലോ കോഡ് ലേണർ എന്നുള്ള ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെൽക്കമും യൂസ് ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് വെൽക്കം കൂടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഫ്രം മൈ മൊഡ്യൂൾ ഇമ്പോർട്ട് ഗ്രീറ്റ് വെൽക്കം ഇങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇമ്പോർട്ട് മൈ മൊഡ്യൂൾ എന്ന് മാത്രം കൊടുത്താലും മതി. ഓക്കെ, ഇനി സ്ലൈഡിലോട്ട് തിരിച്ചു വരാം.
പൈത്തണിനകത്ത് ഇഷ്ടംപോലെ ബിൽറ്റ് ഇൻ മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. പൈത്തൺ കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് മൊഡ്യൂൾസ് വരുന്നുണ്ട്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മൊഡ്യൂൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാത്ത്, റാൻഡം, സ്ട്രിങ്, ജേസൺ, MD5 എക്സെട്ര. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൊഡ്യൂളാണ്. അതായത് സൈന്, കോസ്, ടാന്, പൈ, സ്ക്വയർ റൂട്ട് കാണാൻ, അതുപോലത്തെ ഫംഗ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള മൊഡ്യൂളാണ് മാത്ത്. ദെൻ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൊഡ്യൂളാണ് റാൻഡം. ദെൻ സ്ട്രിങ്ങിന്റെ മേലെ എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സ്ട്രിങ് എന്നുള്ള മൊഡ്യൂളിനകത്താണ്. അതുപോലെ ജേസൺ ഫയൽസ് മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, ജേസൺ എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ ആണ്. അപ്പോൾ അതിന്റെ ആ ഒരു ടൈപ്പിലുള്ള ഫയൽസ് നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ മേലെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഈ ഒരു മൊഡ്യൂളിനകത്താണ്. അതുപോലെ MD5 മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് സെക്യൂരിറ്റി പർപ്പസിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഈ ഒരു MD5 എന്നുള്ള മൊഡ്യൂളിനകത്ത് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് പൈത്തണിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മൊഡ്യൂൾസും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംപ്ലി ഹെൽപ്പ് ഓഫ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്താൽ മതി. അതായത് നിങ്ങളെ പൈത്തൺ ഇന്റർപ്രറ്ററിനകത്ത് അതിന്റെ ഇന്ററാക്റ്റീവ് ഷെൽ മോഡിനകത്ത് ഹെൽപ്പ് ഓഫ് മൊഡ്യൂൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് മൊഡ്യൂൾസ് എന്നുള്ളത് സ്ട്രിങ്ങിനകത്ത് കൊടുക്കണേ, ഇവിടെ സിംഗിൾ കോഡിനകത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പൈത്തൺ ഇന്റർപ്രറ്ററിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മൊഡ്യൂൾസും അവിടെ ലിസ്റ്റ് ചെയ്യും. ഇനി അതിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് അറിയണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മൊഡ്യൂൾസും ലിസ്റ്റ് ചെയ്യും. അതിന് ലിസ്റ്റ് ചെയ്തതിനകത്തുനിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്ത് എന്നുള്ള മൊഡ്യൂൾ, ഈ മൊഡ്യൂളിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും കിട്ടണമെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ഓഫ് മാത്ത് എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഹെൽപ്പ് ഓഫ് റാൻഡം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റാൻഡം എന്നുള്ള മൊഡ്യൂളിനകത്ത് ഡിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ മെത്തേഡ്സും അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. math.py എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ വാല്യൂ 3.14 വാല്യൂ ആണ് ഇത് റിട്ടേൺ ചെയ്യുക. അതുപോലെ math.sqrt ഓഫ് 64 8 ആണ് റിട്ടേൺ ചെയ്യുക. 64ന്റെ സ്ക്വയർ റൂട്ട് ആണ് 8. ദെൻ random ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം നമ്പർ ആണ് ജനറേറ്റ് ചെയ്യുക. അതായത് 0ന്റെയും 1ന്റെയും ഇടയിലുള്ള റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഓരോ ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് ഇത് ജനറേറ്റ് ചെയ്യാം. ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഗെയിം ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ random.randint ഓഫ് 1,6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ന്റെയും 6ന്റെയും ഇടയിലുള്ള റാൻഡം നമ്പേഴ്സ് ആണ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ സാധാരണ നിങ്ങളൊരു ഡൈസ് ഒക്കെ ത്രോ ചെയ്യുകയാണെങ്കിൽ ആ ഡൈസ് ത്രോ ചെയ്ത് വരുമ്പോൾ വരുന്ന വാല്യൂ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് 1ന്റെയും 6ന്റെയും ഇടയിലുള്ള വാല്യൂസ് ആണ് വരിക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വാല്യൂസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതുപോലെ random.choice ഓഫ് ആർഗ്യുമെന്റ് ആയിട്ട് നിങ്ങൾ ഒരു ലിസ്റ്റ് ആണ് കൊടുക്കുന്നത്. ലിസ്റ്റോ ടപ്പിളോ കൊടുക്കാം. അതായത് ഹെഡ്, ടൈൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോയ്സിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യും. നിങ്ങൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഹെഡ് വീഴും അല്ലെങ്കിൽ ടൈൽ വീഴും. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അടുത്ത ടോപ്പിക്കാണ് പാക്കേജസ്. അതായത് പൈത്തണിനകത്ത് ഒരു പാക്കേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു പാക്കേജും മൊഡ്യൂളും ക്ലോസ്ലി റിലേറ്റഡ് ആണെന്നുള്ളത്. അതായത് പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഫോൾഡർ. നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡറാണ്. ആ ഫോൾഡറിനകത്ത് ഉണ്ടാവുക മൊഡ്യൂൾസിന്റെ കളക്ഷൻ ആയിരിക്കും. അതായത് റിലേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസിന്റെ കളക്ഷൻ അല്ലെങ്കിൽ ഡയറക്ടറി എന്ന് പറയുന്ന പേരാണ് എ പാക്കേജ്. ഇപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഡയറക്ടറി ഉണ്ടായിരിക്കും. ആ ഡയറക്ടറിക്കകത്ത് നിങ്ങളെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫയൽസ് ആണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫോൾഡറിനകത്ത് നിങ്ങൾ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫയൽസ് എല്ലാം കീപ്പ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് പാക്കേജസ്. അപ്പോൾ വെറുതെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് കുറേ പൈത്തൺ ഫയൽസ് കൊണ്ട് കോപ്പി ചെയ്തിട്ട് കാര്യമില്ല. ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൾഡറിനകത്ത് ഇങ്ങനെ ഒരു പേരുള്ള ഒരു പൈത്തൺ പ്രോഗ്രാം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതായത് __init __.py എന്നും പേരുള്ള ഒരു ഫയല്, ഒരു പൈത്തൺ പ്രോഗ്രാം അതിനകത്ത് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ആ ഫയൽ വെറുതെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം empty കണ്ടന്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ റൺ ആകുമ്പോൾ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ഗെയിം ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വരിക, ഒരു EA സ്പോർട്സിൻ്റെ ഒരു ഫുട്ബോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ റൺ ആകുമ്പോൾ ഇനീഷ്യലി കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൗണ്ട് ഡ്രോ ചെയ്യണം, ഒരു ബോൾ ക്രിയേറ്റ് ചെയ്യണം, ദെൻ ആ ഗ്രൗണ്ടിനകത്ത് ഗ്രീൻ കളർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ഫയലിനകത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും.
Okay, so this file can be left empty, but we generally place the initialization code for that package in this file. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഗെയിമിൻ്റെ ഒരു ട്രീ, അതായത് ഒരു പാക്കേജിൻ്റെ കളക്ഷൻ, ഒരു പാക്കേജ്, അതായത് ഇവിടെ ഗെയിം എന്നുള്ള ഒരു പാക്കേജ് ഉണ്ട്, ഒരു ഡയറക്ടറി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫോൾഡർ ഉണ്ട്, അതിനകത്ത് init_py എന്നുള്ള ഒരു ഫയൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു ഫോൾഡറാണ്, അതിനകത്ത് വീണ്ടും 3 ഫോൾഡേഴ്സ് ഉണ്ട്, പ്ലസ് അഡീഷണലി ഈ ഒരു ഫയലുണ്ട്. സോ ഗെയിം എന്നുള്ളതൊരു പാക്കേജാണ്. ഇനി ഈ പാക്കേജിനകത്ത് നിങ്ങൾക്ക് സബ് പാക്കേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സബ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സബ് പാക്കേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സബ് പാക്കേജിനകത്തും ഇതുപോലെ തന്നെ ആ പാക്കേജ് റൺ ചെയ്യാനും വേണ്ടിയിട്ട് ഇനീഷ്യലൈസേഷന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതെല്ലാം നിങ്ങൾ ഈ ഒരു ഫയലിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഓരോ സബ് പാക്കേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് __init__.py എന്നുള്ള ഫയൽ ഉണ്ടായിരിക്കും. ഇവിടെ ഡബിൾ അണ്ടർസ്കോർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗെയിം എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്ത് init__init__.py എന്നുള്ള ഫയൽ ഉണ്ട്. ദെൻ സബ് മോഡ്യൂൾസ് ഉണ്ട്, സൗണ്ട്, ഇമേജ്, ലെവലിനകത്ത് തന്നെ സ്റ്റാർട്ട്, ലോഡ്, ഓവർ എന്ന് പറഞ്ഞിട്ട് 3 ലെവൽസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് എന്നുള്ള സബ് മൊഡ്യൂൾ അല്ലെങ്കിൽ സബ് പാക്കേജ് നിങ്ങൾക്ക് നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഇമ്പോർട്ട് മെയിൻ പാക്കേജ് ഗെയിം ആണ്, അതിനകത്ത് ലെവൽ എന്നുള്ള ഒരു സബ് പാക്കേജ് ഉണ്ട്, അതിനകത്ത് സ്റ്റാർട്ട് എന്നുള്ള പാക്കേജ് അല്ലെങ്കിൽ മൊഡ്യൂൾ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് എന്നുള്ളത് മൊഡ്യൂൾ ആണ്, പാക്കേജ് അല്ല. ഇനി ഈ സ്റ്റാർട്ട് എന്നുള്ള മൊഡ്യൂളിനകത്ത് സപ്പോസ് നിങ്ങൾക്ക് select_difficulty എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതുക. നമ്മൾ നേരത്തെ പറഞ്ഞു മൊഡ്യൂളിനകത്ത് നോർമലി ഉണ്ടാവുക ഫംഗ്ഷൻസും ക്ലാസ്സസും അതുപോലെ വേരിയബിൾസ് ഒക്കെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. സപ്പോസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് എന്നുള്ള മൊഡ്യൂളിനകത്ത് select_difficulty എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ ഫംഗ്ഷൻ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, game.level.start.select_difficulty. ഓക്കെ, ഇവിടെ ആർഗ്യുമെന്റ് ആയിട്ട് 2 ആണ് പാസ് ചെയ്യുന്നത്. സപ്പോസ് ആ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും വാല്യൂ റിസീവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ആർഗ്യുമെന്റ് പാസ് ചെയ്യേണ്ടി വരും. So we can import the module without the package prefix as follows: from game.level import start. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവലിനകത്ത് സ്റ്റാർട്ട് എന്നുള്ള ഒരു മൊഡ്യൂൾ ഉണ്ട്, ആ മൊഡ്യൂൾ ആണ് നിങ്ങളുടെ പ്രോഗ്രാമിനകത്തോട്ട് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ഡോട്ട് സെലക്ട് ഡിഫിക്കൽട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫ്രം ഇമ്പോർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ മൊഡ്യൂളിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഇവിടെ നിങ്ങൾ സബ് പാക്കേജിനകത്ത് ഒരു മൊഡ്യൂളാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്, അതിനകത്ത് ഫംഗ്ഷൻസ് വരുമ്പോഴാണ് നിങ്ങൾ ആ ഫംഗ്ഷൻസ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇവിടെ മൊഡ്യൂളിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമ്മൾ മൊഡ്യൂളാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ മൊഡ്യൂൾ നെയിം ഡോട്ട് select_difficulty. ഇവിടെ സെക്കൻഡ് കേസിൽ നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് സ്റ്റാർട്ട് എന്നുള്ള മൊഡ്യൂളിനകത്ത് select_difficulty എന്നുള്ള ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഫ്രം ഇമ്പോർട്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഫ്രം game.level.start import select_difficulty. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഫംഗ്ഷൻ ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ആ ഫംഗ്ഷൻ ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ യു ക്യാൻ ഡയറക്ട്ലി കോൾ select_difficulty വിത്തൗട്ട് ദ മൊഡ്യൂൾ നെയിം. മൊഡ്യൂൾ നെയിം ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഫംഗ്ഷനെ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മൊഡ്യൂളും പാക്കേജിനും കൺസെപ്റ്റിൽ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് മൊഡ്യൂളും പാക്കേജും. നോർമലി മൊഡ്യൂളും പാക്കേജൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾ വലിയ ഗെയിം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വലിയ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ മൊഡ്യൂളും അല്ലെങ്കിൽ പാക്കേജൊക്കെ യൂസ് ചെയ്യുക. നമുക്കിനി പാക്കേജ് യൂസ് ചെയ്തിട്ടുള്ള ചെറിയൊരു എക്സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റർ എന്ന പേരുള്ള ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. ആ പാക്കേജിനകത്ത് കുറച്ച് മൊഡ്യൂൾസ് ആഡ് ചെയ്തിട്ട് ആ മൊഡ്യൂൾ വേറൊരു പൈത്തൺ പ്രോഗ്രാമിനകത്തോട്ട് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ സർട്ടൻ സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ പാക്കേജിന് വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിനകത്ത് ആ ഫോൾഡറിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, മൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ പൈത്തൺ പ്രോഗ്രാംസ് തന്നെയാണ്. അപ്പോൾ ആ പാക്കേജിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, മൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യുക, അതായത് പൈത്തൺ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ 2 പൈത്തൺ പ്രോഗ്രാമാണ് തൽക്കാലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കാൽക്കുലേറ്റർ എന്നുള്ള പാക്കേജിനകത്ത് അഡീഷൻ നമ്മളൊരു പൈത്തൺ പ്രോഗ്രാമും സബ്ട്രാക്ഷൻ എന്നുള്ളൊരു പൈത്തൺ പ്രോഗ്രാമും, അതായത് അഡീഷൻ സബ്ട്രാക്ഷൻ, ഇങ്ങനെ 2 മൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഈ ഓരോ മൊഡ്യൂളിനകത്തും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് നിങ്ങൾ ഒരു ഇനിറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു പാക്കേജ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ
ആ സെയിം ഡയറക്ടറിയിൽ __init__.py എന്നുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഒന്നുകിൽ ആ ഫയൽ എം ടി ആക്കി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പാക്കേജ് യൂസ് ചെയ്ത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇനീഷ്യലൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോഡ് നിങ്ങൾ ആ init ഫയലിനകത്ത് എഴുതി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾക്ക് ഈ പാക്കേജിനകത്ത്, അതായത് കാൽക്കുലേറ്റർ എന്നുള്ള പാക്കേജിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ് പാക്കേജസ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സബ് പാക്കേജ് ക്രിയേറ്റ് ചെയ്യാവുന്ന സബ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സബ് ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് വീണ്ടും മൊഡ്യൂൾസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ __init എന്നുള്ള ഫയലും ക്രിയേറ്റ് ചെയ്യാം. ഇതിന് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ മൊഡ്യൂൾസിനെ എന്ത് ചെയ്യണം, വേറെ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇത്രയാണ് മെയിനായിട്ടും ചെയ്യാനുള്ള സ്റ്റെപ്സ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനുള്ളത് നിങ്ങൾക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അതായത് നിങ്ങളെ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ തൽക്കാലം ഞാൻ പാക്കേജിൻ്റെ പേര് കാൽക്കുലേറ്റർ എന്നുള്ള ഒരു പാക്കേജാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാൽക്കുലേറ്റർ എന്ന പേരുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫയൽ അല്ലെങ്കിൽ മൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യണം. മൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഐഡിയിൽ നിന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്, അതായത് പൈത്തൺ പ്രോഗ്രാം ചെയ്യാനും വേണ്ടിയിട്ട്. സോ ഫയൽ, ന്യൂ ഫയൽ. ഇതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് മൊഡ്യൂൾ തൽക്കാലം നമുക്ക് അഡീഷൻ എന്ന പേരുള്ള ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. സോ ആ മൊഡ്യൂളിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ദ ഫംഗ്ഷൻ നെയിം ഈസ് ആഡ്. അതായത് 2 നമ്പർ ഇത് റിസീവ് ചെയ്യും. അത് റിസീവ് ചെയ്തതിന് എന്ത് ചെയ്യണം, അതിൻ്റെ സമ്മാണ് റിട്ടേൺ ചെയ്യേണ്ടത്. റിട്ടേൺ a+b. തൽക്കാലം ഒരു ഫംഗ്ഷൻ മാത്രം ഡിഫൈൻ ചെയ്യാം ഈ ഒരു മൊഡ്യൂളിനകത്ത്. നിങ്ങൾക്ക് എത്ര ഫംഗ്ഷൻസ് വേണമെന്നുണ്ടെങ്കിലും ഡിഫൈൻ ചെയ്യാം. ദെൻ ഈ ഫയലിനെ നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യണത് ശ്രദ്ധിക്കേണ്ടത് ആ പാക്കേജിനകത്ത് തന്നെ സേവ് ചെയ്യണം. ഡെസ്ക്ടോപ്പിൽ കാൽക്കുലേറ്റർ എന്നുള്ള ഫോൾഡറിനകത്ത് നിങ്ങളെ മൊഡ്യൂളിന് ഒരു പേര് കൊടുക്കുക, അഡീഷൻ എന്ന് കൊടുക്കാം, addition.py. ഇതേപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂളും ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ് മൊഡ്യൂൾ തൽക്കാലം നമുക്ക് സബ്ട്രാക്ഷൻ എന്ന പേരുള്ള ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ളിൽ നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം, സബ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. 2 ആർഗ്യുമെൻറ്റ് റിസീവ് ചെയ്യാം. ദെൻ ഇറ്റ് ഷുഡ് റിട്ടേൺ a-b. ഇതാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇതിനെ നമുക്ക് സബ്ട്രാക്ഷൻ എന്ന പേര് വിളിച്ചിട്ടുള്ളൊരു മൊഡ്യൂളാക്കിയിട്ട് മാറ്റാം. subtraction.py. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റർ എന്നുള്ള പാക്കേജ് അല്ലെങ്കിൽ ആ ഫോൾഡറിനകത്ത് 2 മൊഡ്യൂളാണ് ക്രിയേറ്റ് ചെയ്തത്, അഡീഷനും സബ്ട്രാക്ഷനും. ഇനി നമുക്ക് ഇതൊരു പാക്കേജാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു ഇനിറ്റ് ഫയൽ വേണം. അഗെയിൻ ഇനിറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുക. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് എം ടി ആക്കിയിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. തൽക്കാലത്ത് നമുക്ക് എം ടി ആക്കിയിട്ട് വെക്കാം. ഇതിനെ സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ __init__.py. ഓക്കെ. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൾഡറിനകത്ത്, കാൽക്കുലേറ്റർ എന്നുള്ള ഫോൾഡറിനകത്ത് 3 ഫയലായിട്ടുണ്ട്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, ദെൻ __init. ഈ 3 ഫയൽസാണ് ആ ഫോൾഡറിനകത്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഈ മൊഡ്യൂൾസിനെല്ലാം നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും അഗെയിൻ നിങ്ങൾക്ക് ഒരു ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാം. ന്യൂ ഫയൽ. ഇതിനകത്ത് നിന്ന് നമുക്ക് ആ മൊഡ്യൂൾസിനെല്ലാം ആക്സസ് ചെയ്യണം. സോ ഇമ്പോർട്ട് calculator.addition. ഇമ്പോർട്ട് calculator.addition. അതുപോലെ തന്നെ ഇമ്പോർട്ട് കാൽക്കുലേറ്റർ, അതായത് കാൽക്കുലേറ്റർ എന്നുള്ള പാക്കേജിൽ നിന്ന് അഡീഷൻ എന്നുള്ള മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. അതുപോലെ കാൽക്കുലേറ്റർ എന്നുള്ള പാക്കേജിൽ നിന്ന് സബ്ട്രാക്ഷൻ എന്നുള്ള മൊഡ്യൂളും ഇമ്പോർട്ട് ചെയ്യണം. ഈ 2 മൊഡ്യൂളാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് 2 വേരിയബിൾസിനകത്തോട് വാല്യൂസ് റീഡ് ചെയ്യാം. സോ a = int of input of enter the first number. b = int of input of യൂസർ എടുത്ത 2 നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. enter the second number. ഇനി നമുക്ക് ആ കറസ്പോണ്ടിങ് ഫംഗ്ഷനെ കോൾ ചെയ്യാം. c = അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, calculator.addition.add_of. അതായത് കാൽക്കുലേറ്റർ എന്നുള്ള പാക്കേജിൽ നിന്ന് അഡീഷൻ എന്നുള്ള മൊഡ്യൂളിൽ നിന്ന് ആഡ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യണം. ആൻഡ് ആർഗ്യുമെൻറ്റ്സ് ആർ, നമ്മൾ തൊട്ട് മുമ്പ് മേലെ റീഡ് ചെയ്ത 2 വാല്യൂസ് പാസ് ചെയ്യുക. നമുക്ക് ആ റിസൾട്ട് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് റിസൾട്ട് ഈസ് പറഞ്ഞിട്ട്
വാല്യൂ പ്രിൻ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് സബ്ട്രാക്ഷൻ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. തൽക്കാലം അതിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്യാം. സി ഈക്വൽ ടു കാൽക്കുലേറ്റർ ഡോട്ട് സബ്ട്രാക്ഷൻ ഡോട്ട് ഫംഗ്ഷൻ്റെ പേര് സബ് എന്നാണ്, സബ് എ കോമ ബി, ദെൻ റിസൾട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് അത് പ്രിൻ്റ് ചെയ്യാം. ഇതിനെ സേവ് ചെയ്യാം. ഇതിന് തൽക്കാലം നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ പെർഫോം എന്ന് പേരുള്ള ഒരു ഫയലാക്കിയിട്ട് സേവ് ചെയ്യാം. പെർഫോം ഡോട്ട് പി വൈ. ഓക്കെ, സേവ് ചെയ്തു. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 10, എൻ്റർ ദ സെക്കൻഡ് നമ്പർ 20. ദ റിസൾട്ട് ഈസ് 30, റിസൾട്ട് ഈസ് -10. പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് കാൽക്കുലേറ്റർ എന്നുള്ള പാക്കേജിൽ നിന്ന് അഡീഷൻ എന്നുള്ള മൊഡ്യൂളാണ് ഇമ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യണം. കാൽക്കുലേറ്റർ എന്നുള്ള പാക്കേജിൽ നിന്ന് അഡീഷൻ എന്നുള്ള മൊഡ്യൂളിൽ നിന്ന് ആഡ് എന്നുള്ള ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്ന് ഷോർട്ടൺ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഫ്രം കാൽക്കുലേറ്റർ ഇമ്പോർട്ട് അഡീഷൻ, ഇങ്ങനെ ചെയ്യാം. ഫ്രം കാൽക്കുലേറ്റർ ഇമ്പോർട്ട് അഡീഷൻ, അതുപോലെ തന്നെ ഫ്രം കാൽക്കുലേറ്റർ ഇമ്പോർട്ട് സബ്ട്രാക്ഷൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്താൽ മതി, അഡീഷൻ ഡോട്ട് ആഡ് ഓഫ് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ഡോട്ട് സബ് ഓഫ്, ഇങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ്, നമ്മൾ ആ ഇനിറ്റ് ഫയലിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് ആഡ് ചെയ്യാം. അതായത് ഈ ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇനിറ്റ് ഫയലിനകത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടി ഒന്ന് ഷോർട്ടൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതായത് നമ്മളെ ഇനിറ്റ് ഫയൽ ഇതാണ്, ഇതിനകത്ത് എംറ്റി ആണ് ഇപ്പോൾ. സോ ഫ്രം കാൽക്കുലേറ്റർ ഇമ്പോർട്ട് അഡീഷൻ, അതുപോലെ തന്നെ ഫ്രം കാൽക്കുലേറ്റർ ഇമ്പോർട്ട് സബ്ട്രാക്ഷൻ. ഓക്കെ, ഇങ്ങനെ എഴുതിയത് സേവ് ചെയ്യാം. എന്നിട്ട് നമ്മളെ പ്രോഗ്രാമിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഫ്രം കാൽക്കുലേറ്റർ ഇമ്പോർട്ട് സ്റ്റാർ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ എന്നുള്ള പാക്കേജിൽ നിന്ന് എല്ലാ മൊഡ്യൂൾസും ഇമ്പോർട്ട് ചെയ്യാൻ. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 10, എൻ്റർ ദ സെക്കൻഡ് നമ്പർ 20. കറക്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഷോർട്ടൺ ചെയ്തു. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ എഴുതാം, ഫ്രം കാൽക്കുലേറ്റർ ഡോട്ട് അഡീഷൻ ഇമ്പോർട്ട്, ആ ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞു കൊടുക്കാം. ഇതേപോലെ തന്നെ ഫ്രം കാൽക്കുലേറ്റർ ഡോട്ട് സബ്ട്രാക്ഷൻ ഇമ്പോർട്ട് സബ്, അതായത് ആ സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ മാത്രം പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പിന്നെ മൊഡ്യൂളിൻ്റെ പേര് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ആ എക്സാമ്പിളിൽ ചെയ്തതാണ്. ഇങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും. റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 10, എൻ്റർ ദ സെക്കൻഡ് നമ്പർ 20. ദ റിസൾട്ട് ഈസ് 30, ദ റിസൾട്ട് ഈസ് -10. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.